വാഴക്കാട് നിവാസികളെ, പ്രിയപ്പെട്ട നേതാക്കളെ, യാദൃശ്ചികമായിട്ടാണ് എന്നെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ കന്യാകുളങ്ങരയിലെ വെമ്പായം പഞ്ചായത്തിന്റെ യോഗം നടക്കുന്ന ഒരു വേളയിലാണ് നമ്മുടെ പ്രിയങ്കരനായ കാർത്തികേയൻ ആ വേദിയിലേക്ക് കടന്നു വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഞാൻ ഇടതുപക്ഷ മുന്നണിയിലായിരുന്നു. കാരണം NPPയുടെ ചുമതല വഹിച്ചുകൊണ്ട് എന്റെ പാർട്ടി NPPക്ക് ഒരു സീറ്റ് കന്യാകുളങ്ങര ഉള്ളതുകൊണ്ട് അവിടെ ഹരിജൻ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് സ്ഥാനാർത്ഥികളെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ഞാൻ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. അപ്പോൾ എനിക്ക് ബദലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു മുന്നണിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് എതിരെ ആയിട്ട് അവിടെ കൊണ്ടുവന്ന് CPM-കാർ വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തി. അത് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലായിരുന്നു. അന്ന് ചാനലുകാർ വന്നിരുന്നു. ചാനലുകാർ സംസാരിച്ചപ്പോൾ അന്ന് കാർത്തികേയൻ നന്ദനാണ് CPM-ന്റെ പ്രതിനിധിയായിട്ട് ചാനലുകാരോട് സംസാരിച്ചത്. എന്നെ കൊണ്ട് പിൻവലിപ്പിക്കാൻ അവര് അഗാധ പരിശ്രമം നടത്തി. പക്ഷേ ഞാൻ സ്ഥാനാർത്ഥി പിൻവലിപ്പില്ല. എന്റെ സ്ഥാനാർത്ഥി അന്നത്തെ NPPയുടെ ക്ലോക്ക് ചിഹ്നത്തിൽ കന്യാകുളങ്ങരയിൽ മത്സരിച്ചു ജയമോ തോൽവിയോ എന്നുള്ളതല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും വലിയ അടി കൊടുത്തുകൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ കന്യാകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് മാറ്റി അവരുടെ പാർട്ടി ഓഫീസിൽ തിരിച്ചു വെക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിലൊരു പ്രത്യേകത. കാർത്തികേയന് അത് വ്യക്തമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് കാർത്തികേയൻ ഇതിൽ നിങ്ങൾ പുതിയതല്ല. ഞാൻ കോൺഗ്രസ്സുകാരനായാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. അതുകൊണ്ട് എനിക്ക് ഈ കോൺഗ്രസ്സുകാരുമായി സഹകരിച്ചു പോകുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ പുതിയതായി കടന്നു വന്ന ചിലപ്പോൾ നമ്മുടെ കാർത്തികേയന് എന്തെങ്കിലുമൊക്കെ മനസ്സുകൊണ്ട് ഒരു വിഷമമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ചരിത്രത്തിൽ ഇന്ന് സൃഷ്ടിക്കാൻ പോവുകയാണ് ചരിത്രം. കാരണം ഈ വാർഡിൽ ആദ്യമായി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി ജയിക്കാൻ പോവുകയാണ്. അത് കാർത്തികേയനായിരിക്കും എന്ന് ഞാൻ അടിവരയിട്ട് ഉറപ്പിച്ചു പറയുകയാണ്. ആ സ്ഥാനാർത്ഥികൾക്ക് നമുക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കണം. കാരണം ഇന്നത്തെ ജനം മടുത്തിരിക്കുകയാണ് LDF സർക്കാരിന്റെ ഭരണം കൊണ്ട്. ഹോസ്പിറ്റലിന്റെ കാര്യം എടുക്കുക. കന്യാകുളങ്ങര ഹോസ്പിറ്റൽ എന്ന് ഞാൻ പറയേണ്ട എന്റെ പ്രിയ സഹോദരൻ റിഫായി ഇവിടെ ഉണ്ട്. അവിടെ സമരം ചെയ്ത് ഡോക്ടറെ വരുത്തിയ ഒരു സമീപകാലത്താണ് സമരം ചെയ്ത് ഡോക്ടർ. നമുക്ക് കന്യാകുളങ്ങര ജംഗ്ഷനിലൂടെ അങ്ങോട്ട് പരിസരത്തൊന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥ, പക്ഷികളുടെ ശല്യം. അതിനെതിരെ ഞാൻ പത്രമാധ്യമങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തി. അവിടെ വന്ന് ഇഞ്ചക്ഷൻ ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞത് അത് സർക്കാരിന്റെ പുതിയ ഉത്തരവാണ് പട്ടിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ മിണ്ടിയില്ല. അവിടെ എന്തോ ആയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന നേട്ടങ്ങളെ അവരുടെ നേട്ടമായി കാണിക്കുകയാണ്. പെൻഷൻ കൊടുത്തു എന്ന് പറയും. നമ്മളിപ്പോൾ വീടുകളിൽ പോകുമ്പോൾ അവർ പറയും പെൻഷൻ 400 രൂപ കൂട്ടിയില്ലേ എന്ന് പറയും. എന്നിട്ടും 2000 രൂപ ആയിരിക്കുകയാണ്. 2500 5000 കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അത് പോര പെൻഷൻ. കാരണം ഖജനാവിലേക്ക് പൈസ അയക്കുന്നവരും കൊടുക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ വാർദ്ധക്യ കാലമാകുമ്പോൾ അത് 60 വയസ്സിന് മുകളിലോട്ട് വരുമ്പോൾ മാത്രമാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. ഇന്നത്തെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അങ്ങനെ സർക്കാരിനെ വെട്ടിലാക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ജനങ്ങളടുത്ത് പറയണം. സോഷ്യൽ മീഡിയ ഉണ്ട്. നമുക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ പാഴാക്കാതെ വിനിയോഗിച്ചാൽ കൃത്യമായി ഈ വെമ്പായം പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ നമുക്ക് കഴിയും. അങ്ങനെ തുടർ ഭരണം കിട്ടട്ടെ എന്ന ആശംസയോടെ ഞാൻ നിർത്തുന്നു. എല്ലാ സ്ഥാനാർത്ഥികൾക്കും 1000 ആശംസകൾ.